ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇതിനോടകം ആ, കുറച്ച് ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതിനെപ്പറ്റി അറിവ് കിട്ടാത്ത കുറച്ച് ആൾക്കാരെങ്കിലും കാണും. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു റയർ ഡിസീസ് ഇപ്പം അതിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും ഗുജറാത്തിലാണ് ആ ഒരു ഡിസീസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചണ്ഡിപുര എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ ഒരു അപൂർവ ഡിസീസിന് കാരണം. ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വൺസ് ഒരു ഇൻഫെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 48 to 72 hours ഡെത്ത് സംഭവിക്കാം. ഇത് കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 15 വയസ്സിൽ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്തിൽ തന്നെ ഇതിനോടകം 184ഓളം കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 35 കേസസോളം പോസിറ്റീവ്സ് ആണ്, അതിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. ഡെത്ത് റേറ്റ് വളരെയധികം പീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം 35 കേസസ് പോസിറ്റീവ് ആയതിൽ 22 കുഞ്ഞുങ്ങളോളം നമുക്ക് ഈ സമയങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പം എത്രമാത്രം സിവിയർ ആണ്, അല്ലെ എത്രമാത്രം ഹെൽത്ത് കൺസേൺ ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ഊഹിക്കാം, അല്ലേ? ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വൺസ് ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒരു പനിയിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനെ തുടർന്ന് തലവേദനയാണ്, അത് കഴിഞ്ഞിട്ട് ഛർദിൽ, വയറിളക്കം, ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എല്ലാം ആയിരിക്കും കുട്ടി പ്രകടിപ്പിക്കുക. ചില കുഞ്ഞുങ്ങളിൽ ഇതിൻ്റെ സിവിയറിറ്റി കുറച്ച് കൂടിയതിന് ശേഷം സീഷർ എപ്പിസോഡ്സിലേക്ക് പോകാം. അതിനുശേഷം കോമ സ്റ്റേജിലേക്ക് പോയി അവസാനം ഡെത്തിലേക്ക് പോകുന്നു. ഇതാണ് ഈ ഒരു ഡിസീസിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഏർലി സ്റ്റേജിൽ മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ICU കെയറിലേക്ക് കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളെ തിരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ഒരു രീതിയിലുള്ള മെഡിസിൻസോ അതുപോലെ തന്നെ വാക്സിൻസോ ഈ ഒരു ഡിസീസിന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വൺസ് ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് കെയർ മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ചണ്ഡിപുര എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ഇതിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1965 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതൊരു ഫെബ്രൈൽ-ലൈക്ക് ഇൽനെസ്സിനെ പറ്റിയിട്ടുള്ള ഗവേഷകരുടെ അന്വേഷണത്തെ തുടർന്ന് ഈ ഒരു വൈറസിനെ ഐസൊലേറ്റ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിലെ ചണ്ഡിപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ അസുഖത്തിന്, അല്ലെങ്കിൽ ഈ അസുഖം വരുത്തുന്ന വൈറസിന് ചണ്ഡിപുര വൈറസ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത്. അപ്പം ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസാണ്. അതായത് വൺസ് ഒന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം ഇത് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു അക്യൂട്ട് എൻസെഫലൈറ്റിസ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് ഈ ഒരു വൈറസിന്, ഈ ഒരു അസുഖത്തെ മാറ്റിക്കൊണ്ടു പോകാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് ഇതിനെ നയിക്കാനായിട്ടുള്ള കാരണം. ഇതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നൊരു കോസ് എന്ന് പറയുന്നത് സാൻഫ്ലൈസ് ആണ്. അതായത് സാൻഫ്ലൈസ് മുഖേനയാണ് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ഒരിക്കലും ഒരു മാൻ ടു മാൻ കോണ്ടാക്ട് ഇതിലേക്ക് വരുന്നില്ല. അതായത് ഒരു കുഞ്ഞ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിന് മറ്റൊരു കുഞ്ഞിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം ഈ കൊതുക് അല്ലെങ്കിൽ ചെള്ള പോലെയുള്ള പ്രാണികൾ വഴിയാണ് ഇതിൻ്റെ സ്പ്രെഡിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മൺസൂൺ സീസണിലാണ് ഇതിൻ്റെ ഔട്ട്ബ്രേക്സ് കൂടുതൽ വരുന്നത്. ഇത് ഈ ഒരു സമയം, അതായത് ഇപ്പോൾ നമുക്ക് മൺസൂൺ ഈ ഒരു പീക്ക് ടൈം ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന് പറയുന്നത്, ഇതുപോലുള്ള ബ്രീഡിംഗ് പ്ലേസസ് നമ്മൾ കൺട്രോൾ ചെയ്യുക. അതായത് റെപ്പലൻസ് യൂസ് ചെയ്യുക, അതുപോലെ സ്പ്രേ യൂസ് ചെയ്യുക, സാനിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഡെത്തിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സീസണിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് മാക്സിമം ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒരു ഹെൽത്ത് കെയർ വർക്കർ എന്ന രീതിയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇതുവരെയും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2024 നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം ഒരു കേസസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡെത്ത് റേറ്റ് വളരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിൽ ഈ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
അപ്പം വളരെയധികം ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ളൊരു കേസാണ്. കാരണം ഡെത്ത് റേറ്റ് മാക്സിമം കൺട്രോൾ ചെയ്യണം. കുഞ്ഞുങ്ങളെ മാക്സിമം നഷ്ടപ്പെടാതെ അവരുടെ പ്രോഗ്നോസിസിൻ്റെ റേറ്റ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഗുജറാത്തിലെ ഹെൽത്ത് കെയർ ടീമിൻ്റെ തന്നെ ഒരു അവർ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പം ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന രീതിയിൽ നമ്മളെല്ലാവരും ഈ ഒരു ചണ്ടിപുര വൈറസിനെ പറ്റിയും ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ്സും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.